ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നിങ്ങളേവരും കാത്തിരിക്കുന്ന ഗൗതമിന്റെയും നന്ദയുടെയും ഇനി വരാനിരിക്കുന്ന അടുത്ത ആഴ്ചയിലെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ നമുക്കിനി അടുത്ത ആഴ്ച വരാനിരിക്കുന്ന നെക്സ്റ്റ് വീക്ക് പ്രമോ വിശേഷത്തിലേക്ക് തന്നെ കിടക്കാം. അതിനു മുമ്പായിട്ട് ആരെങ്കിലും ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കണം കേട്ടോ. അതിനോടൊപ്പം മാക്സിമം എല്ലാവരും നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഒരു ലൈക്ക് അടിച്ചിട്ടേ പോകാവുള്ളേ. അപ്പം നമുക്ക് നേരെ ഇനിയിപ്പോൾ വരാനിരിക്കുന്ന വിശേഷത്തിലേക്ക് കടക്കാം. ജനറൽ പ്രമോ ഒക്കെ വന്നു കഴിഞ്ഞിരിക്കുന്നു. അപ്പം നിങ്ങൾ അതൊക്കെ കണ്ടിട്ട് ഞെട്ടിയിരിക്കുകയാണല്ലേ. നമ്മുടെ നന്ദ ഇന്ദിവരം തറവാട്ടിലെത്താൻ പോവുകയാണ്. അതാര് കാരണമാണ്? നമ്മുടെ നന്ദുമോൻ കാരണമാണ് കേട്ടോ. അപ്പോൾ ഏതായാലും നന്ദ ഇന്ന് ഇന്ദിവരം തറവാട്ടിൽ വന്നിട്ടില്ല, ഹോസ്പിറ്റലിൽ വന്ന ആ ഒരു സീന് കാണിച്ചിട്ടാണ് ഇന്നത്തെ വിശേഷം അവസാനിച്ചത്. അപ്പോൾ അവിടെ കൊണ്ട് തന്നെ നമുക്ക് തുടങ്ങാം. അങ്ങനെ നമ്മുടെ മോഹിനി ആ കാഴ്ച കണ്ടിങ്ങനെ കണ്ണ് തള്ളി നിൽക്കുകയാണ്. അങ്ങനെ മോഹിനി മഹിയേട്ട ദേ നന്ദ എന്നിങ്ങനെ പറഞ്ഞു. അങ്ങനെ നമ്മുടെ മഹേശ്വരും നന്ദേനെ നോക്കുകയാണ്. ആർക്കും വിശ്വസിക്കാൻ പറ്റുന്നില്ലാത്തൊരു കാഴ്ച തന്നെയാണ്. ഇത്രയും നാളായിട്ട് മരിച്ചു പോയി എന്ന് പറയുന്ന നന്ദ തിരിച്ചു വരുന്നത്. അപ്പൊ ആ ഒരു ഷോക്കിലാണ്. അങ്ങനെ പെട്ടെന്ന് നമ്മുടെ നന്ദ ഓടി വന്നിട്ട് ഇവരെ കണ്ടതും പെട്ടെന്ന് നന്ദ ഓടി വന്നു കേട്ടോ. നന്ദയുടെ മനസ്സിൽ ആ ഒരു ദേഷ്യവും വൈരാഗ്യം അങ്ങനെയൊന്നും നമ്മുടെ നന്ദ കാണിച്ചില്ല. നന്ദ ഇവരെ കണ്ടതും വളരെ സന്തോഷത്തോടു കൂടി ഓടി വന്നു. പക്ഷേ നമ്മുടെ മോഹിനി, എടി പിശാശേ നീ വന്നല്ലേടി എന്നും പറഞ്ഞുകൊണ്ടായി നമ്മുടെ മോഹിനി നന്ദയുടെ മുന്നിൽ. അങ്ങനെ മോഹിനി പറയുക, നിനക്കിപ്പോൾ സമാധാനമായോടി, ഞങ്ങളുടെ ഒരു കുഞ്ഞിനെ കൊണ്ടുപോയി കൊന്നു, അത് പോരാഞ്ഞിട്ട് ഇപ്പം ഞങ്ങൾക്കുണ്ടായിരുന്ന അടുത്ത കുഞ്ഞിനെയും നീ പിടിച്ചിരിക്കുകയാണല്ലേ. നീ ഒരു ഒഴിയ ബാധയാണല്ലോടി നന്ദേ. നീ എന്ന് ഞങ്ങളുടെ കുടുംബത്തിൽ നിന്ന് ഇറങ്ങിപ്പോയോ അന്ന് ഞങ്ങൾക്ക് സമാധാനം ഉണ്ടായിരുന്നു. എന്നിട്ടിപ്പോൾ ദേ വന്ന് നിൽക്കുന്നത് കണ്ടില്ലേ എന്ന് പറഞ്ഞപ്പോൾ മഹേശ്വരൻ മോഹിനിയോട് പറഞ്ഞു, മോഹിനി മിണ്ടാതിരിക്കാൻ പറഞ്ഞു. നന്ദേ, ഞാൻ പറയാത്ത കാര്യങ്ങളൊക്കെ നന്ദയ്ക്ക് അറിയാലോ. നന്ദ ഇപ്പം വന്നിരിക്കുന്നത് പിങ്കി പറഞ്ഞിട്ട് തന്നെ ആയിരിക്കും അല്ലേ എന്ന് പറഞ്ഞപ്പോൾ നമ്മുടെ പിങ്കി വന്നു. പിങ്കി മുമ്പിലെത്തി നമ്മുടെ മഹേശ്വരൻ്റെ മോഹിനിയുടെയൊക്കെ. ഏതായാലും പിങ്കി മോഹിനിയോട് പറഞ്ഞു, ഇനി മോഹിനി അമ്മായി ശബ്ദിച്ചു പോകരുതെന്ന് പറഞ്ഞു. പറഞ്ഞു, എന്താ പിങ്കി നീ പറയുന്നത്? നീ നിനക്ക് വേണ്ടിയുള്ള കുഴി വെട്ടുകയാണോ? ഞാൻ എനിക്ക് വേണ്ടിയുള്ള കുഴി വെട്ടുകയോ കുഴി വെട്ടാതിരിക്കുകയോ ചെയ്യാം. ദയവ് ചെയ്ത് ആരും നന്ദയെ ചോദ്യം ചെയ്യരുത്. ഞാൻ കാലു പിടിച്ചു പറയുക, ഞാനിവിടെ നന്ദേനെ കൊണ്ടുവന്നത് വേറെ ഒന്നിനുമല്ല, ഒരു ഡോക്ടറായിട്ട് തന്നെയാണ്. എൻ്റെ കുഞ്ഞിൻ്റെ ജീവൻ രക്ഷിക്കാൻ ഇപ്പം ഈ നന്ദ ഡോക്ടർ വിചാരിച്ചാൽ മാത്രമേ സാധിക്കുകയുള്ളൂ. എനിക്ക് വേറെ എന്തിനേക്കാളും വലുത് എൻ്റെ കുഞ്ഞാണെന്ന് നിങ്ങൾക്കൊക്കെ അറിയാലോ. അതുകൊണ്ട് ആരും ഒരക്ഷരം നന്ദയോട് ചോദിക്കാൻ പാടില്ല. ഞാൻ എന്തു പറയുന്നോ അത് നന്ദ ചെയ്യും. നിങ്ങൾ നന്ദയ്ക്ക് ഉത്തരവൊന്നും കൊടുക്കുകയൊന്നും വേണ്ട. ഞാൻ പറയുന്നത് പോലെ നന്ദ നിന്നോളും. അതുമാത്രമല്ല, ഒരു ഡോക്ടർ ആണ് ഈ നിൽക്കുന്ന നന്ദ, അല്ലാതെ നമ്മുടെ കുടുംബത്തിലെ ആരുമല്ല എന്ന് പറഞ്ഞിട്ട് തന്നെയാണ് ഇവൾ ഇങ്ങോട്ടേക്ക് വന്നിരിക്കുന്നത്. അതുകൊണ്ട് ചോദ്യം ചെയ്യുവാനുള്ള ഒരു അവകാശവും ഈ മോഹിനി അമ്മായിക്കും ആർക്കും തന്നെ ഇല്ല എന്നിങ്ങനെ പറയുകയാണ് നമ്മുടെ പിങ്കി. ഏതായാലും ഇത്രയും പറഞ്ഞിട്ട് ബാ നന്ദ എന്നും പറഞ്ഞ് നന്ദേനെ നേരെ കൊണ്ടുപോവുകയാണ് കേട്ടോ. എങ്ങോട്ടേക്ക്? നന്ദുവിനെ കാണിക്കാൻ വേണ്ടി. അങ്ങനെ നന്ദുവിൻ്റെ അടുത്തേക്ക് കൊണ്ടുചെല്ലുന്നു. അവിടെ നമ്മുടെ ഗൗതം നിൽപ്പുണ്ടെങ്കിലും ഗൗതമിന് ഒരു വോയിസ് ഇല്ലാതെ പോവുകയാണ്. അപ്പം ഗൗതം, പിങ്കി നീ എന്താ ഈ കാണിക്കുന്നതെന്ന് ഒക്കെ ചോദിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ പിങ്കി പറയുന്നുണ്ട്, ആരും മിണ്ടരുത്, ആരും ഒരക്ഷരം നന്ദയോട് ചോദിക്കാൻ പാടില്ല. ഞാൻ നന്ദയ്ക്ക് ആ വാക്ക് കൊടുത്തിട്ടാണ് ഇങ്ങോട്ട് കൊണ്ടുവന്നത്. എൻ്റെ കുഞ്ഞിനെ ചികിത്സിച്ചിട്ട് നന്ദയുടെ വഴി നോക്കി പൊക്കോളും. നിങ്ങൾ ആരും അവളെ ഉപദ്രവിക്കരുത്. ദയവ് ചെയ്ത് അവളെ ഉപദ്രവിക്കുന്നത് നിങ്ങൾ എന്നെ ഉപദ്രവിക്കുന്നത് പോലെയാണ് എന്നൊക്കെ നമ്മുടെ പിങ്കി എല്ലാവരുടെയും മുമ്പിൽ കൈകൂപ്പി പറയുകയാണ്. അതുകൊണ്ട് തന്നെ വേറെ ആരും വലിയ കാര്യമായിട്ടൊന്നും നമ്മുടെ നന്ദേനെ ചോദ്യം ചെയ്യുന്നില്ല. അങ്ങനെ നേരെ റൂമിനകത്തേക്ക് കയറുന്നു. നന്ദേനെ കണ്ടതും വലിയ സന്തോഷത്തോടു കൂടി തന്നെയാണ് നമ്മുടെ നന്ദുമോനുള്ളത്. അപ്പം നന്ദുമോൻ കണ്ടതും, ഹായ് ഡോക്ടർ ആൻറ്റി വന്നല്ലേ എന്ന് പറഞ്ഞു. അപ്പോഴത്തേക്ക് നമ്മുടെ പിങ്കി ചോദിച്ചു, മോനിപ്പോൾ സന്തോഷമായില്ലേ? അമ്മ പറഞ്ഞില്ലേ ഡോക്ടർ ആൻറ്റീനെ കൊണ്ടുവരുന്ന? അമ്മ പറഞ്ഞതാ, ഡോക്ടർ ആൻറ്റി വന്നു. ഇനി മോന് നടക്കാനായിട്ട് സാധിക്കും. പഴയതിനേക്കാൾ കൂടുതൽ മോൻ നടക്കും, ഓടും, ചാടും. മോന് ഇനി മീറ്റിലൊക്കെ പങ്കെടുക്കും. ഈ നന്ദ ഡോക്ടർ മോനെ ഇനി മീറ്റിലൊക്കെ പങ്കെടുപ്പിക്കും എന്നൊക്കെ ഇങ്ങനെ പറയാണ്. ഇത് കേട്ടത് നമ്മുടെ ഗൗതം മാറുന്നത് ദേഷ്യത്തോടു കൂടി ഇങ്ങനെ നന്ദേനെ നോക്കിക്കൊണ്ട് തന്നെ നിൽക്കുകയാണ്. പക്ഷെ ഒരക്ഷരം നന്ദയോട് മിണ്ടാനും പറ്റത്തില്ലാത്തൊരവസ്ഥ. നമ്മുടെ പിങ്കി പറഞ്ഞിട്ടുണ്ടോ, ഒന്നും നന്ദയോട് മിണ്ടരുത്, ചോദിക്കരുത്. നന്ദ ചികിത്സയ്ക്ക് വേണ്ടി മാത്രമാണ് ഇങ്ങോട്ടേക്ക് വന്നത്, അല്ലാതെ ആരോടും പകയോ ദേഷ്യമോ ഒന്നും വെച്ചുകൊണ്ടല്ല ഇങ്ങോട്ടേക്ക് വന്നത്. അതുകൊണ്ട് ഭൂതകാലമോ ഭാവി കാലമോ ഒന്നും നന്ദയോട് ചോദിക്കരുത് എന്ന് പിങ്കി ആവശ്യപ്പെട്ടത് കൊണ്ട് തന്നെ ആർക്കും ഒരക്ഷരം നമ്മുടെ നന്ദയോട് ചോദിക്കാനായിട്ട് കഴിയുന്നില്ല. അത് കഴിഞ്ഞിട്ട് നമ്മുടെ നന്ദുമോൻ ആവശ്യപ്പെട്ടത്, അതെ ഗൗരിമോൾ എന്തേ വരാത്തെ? ഗൗരിമോളെ എന്തേ കൊണ്ടുവരാത്തെ? എനിക്ക് ഗൗരിയെ കാണണം, പ്ലീസ് ഡോക്ടർ ആൻറ്റി, എനിക്ക് ഗൗരിയെ കാണണം. അവളെന്നെ ഒരുപാട് തവണ വിളിച്ചായിരിക്കും, പക്ഷേ ഫോൺ എവിടെയാ അമ്മേ?
അമ്മേ ഫോൺ വീട്ടിലല്ലേ? ഫോൺ വീട്ടിലാ വെച്ചിട്ട് പോകുന്നത്. പാവം ഒരുപാട് സങ്കടപ്പെടുന്നുണ്ടായിരിക്കും. ആൻറ്റി പ്ലീസ് ആൻറ്റി, എനിക്ക് ഗൗരിയെ കാണണം എന്ന് പറഞ്ഞപ്പം മോൻ പറഞ്ഞത് ശരിയാ. മോന് ഒരുപാട് സമയം വിളിച്ചായിരുന്നു ഗൗരി മോള്. പക്ഷേ അപ്പോൾ വിളിച്ചപ്പോഴൊക്കെ ഉണ്ടല്ലോ കുറച്ച് പിശാചികളായി എടുത്തിട്ട് ഒരു കുഞ്ഞിനോട് സംസാരിക്കേണ്ട രീതിയിലൊന്നും അല്ല എൻ്റെ മോളോട് അവർ സംസാരിച്ചത് എന്നൊക്കെ പറയാം. നമ്മുടെ മോഹിനിയെ നോക്കിയാട്ടോ ഇതൊക്കെ പറയുന്നത്. അപ്പം തന്നെ മോഹിനിക്ക് മനസ്സിലാകുന്നുണ്ട് നമ്മുടെ മോഹിനി സംസാരിച്ചതൊക്കെ നന്ദ കേട്ടു എന്ന്. ഏതായാലും പിങ്കിന്ന് ഇടയ്ക്ക് വല്ലതും മാറിപ്പോയിട്ടുണ്ടെന്ന് ക്ഷമിച്ചേക്കണ പേരെ. അപ്പോൾ ഏതായാലും ഡോക്ടർ പറഞ്ഞു ഇനിയിപ്പം ഇവിടെ കിടത്തിയിട്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. ഡോക്ടറിന്റെ സാമീപ്യം എപ്പോഴും കുട്ടി ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഡോക്ടറിന്റെ സാമീപ്യം കൊടുക്കുക തന്നെ ചെയ്യണം. ഒന്നെങ്കിൽ നിങ്ങൾ ഡോക്ടറിന്റെ നാട്ടിലേക്ക് പോയി അവിടെ ചികിത്സ സ്റ്റാർട്ട് ചെയ്യുക, അല്ലെങ്കിൽ നിങ്ങൾ ഇവിടെ ഡോക്ടർ എവിടെയെങ്കിലും ഇവിടെ താമസിച്ചിട്ട് ഇവിടെ ചികിത്സ ആരംഭിക്കുക എന്ന് പറയുകയാണ്. അപ്പം നന്ദ ഇതൊന്നും മൈൻഡ് ചെയ്യാതെ മാറി നിൽക്കുകയാണ്. കുട്ടിക്ക് ഏകദേശം കുട്ടി നല്ല രീതിയിൽ തന്നെ പ്രതികരിക്കാനൊക്കെ തുടങ്ങി, സന്തോഷമൊക്കെ. അപ്പം നന്ദ ഇങ്ങനെ മാറി നിന്നപ്പോഴത്തേക്കും നമ്മുടെ പിങ്കി ഗൗതമിനോട് ആവശ്യപ്പെടുക, ഞാൻ കാല് പിടിച്ച് പറയാണ് ഗൗതം, എങ്ങനെയെങ്കിലും നന്ദേനെ ഇവിടെ ഏതെങ്കിലും ഒരു റൂം എടുത്ത് അവിടെ താമസിപ്പിക്കണം. അതിപ്പം നമ്മൾ താമസിപ്പിക്കുകയൊന്നും വേണ്ട, പക്ഷെ നമ്മുടെ കുഞ്ഞിൻ്റെ ട്രീറ്റ്മെൻറ്റിന് ഇവിടെ തന്നെ താമസിപ്പിക്കുന്നതാണ് നല്ലത്. അതുകൊണ്ട് ഞാൻ പറയാം, ദയവ് ചെയ്ത് നന്ദ കുഞ്ഞിനെ ട്രീറ്റ്മെൻറ്റ് ചെയ്യാൻ തയ്യാറാണ്, ട്രീറ്റ്മെൻറ്റ് ഏറ്റെടുക്കാൻ തയ്യാറാണ്. എങ്കിൽ പിന്നെ എന്തിന് ഗൗതം തടസ്സം നിൽക്കുന്നതെന്ന് പറഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ അരുന്ധതിയും അതുപോലെ ലക്ഷ്മിയൊന്നും ആദ്യം തയ്യാറാകുന്നില്ല നമ്മുടെ നന്ദ ഇവിടെ നിർത്താനായിട്ട്. ഏതായാലും നന്ദ ഇവിടെ നിർത്താനായിട്ട് തയ്യാറാകാത്തത് കൊണ്ട് തന്നെ നമ്മുടെ പിങ്കിക്കൊന്നും ചെയ്യാനും പറ്റുന്നില്ല. ഏതായാലും ഇതിനിടയിൽ നമ്മുടെ നന്ദ കുഞ്ഞിന് വാക്ക് കൊടുത്തിരുന്നു, മോൻ്റെ ചികിത്സ എല്ലാം ഡോക്ടർ ആൻറ്റി തന്നെ നോക്കിക്കൊള്ളാം, മോനെ നീറ്റ് നടക്കാൻ പറ്റും. ആ ഒരു വിശ്വാസം, ആ ഒരു ഉറപ്പ് ആ കുഞ്ഞിന് കൊടുത്തിട്ടാണ് നമ്മുടെ നന്ദ അവിടെ നിന്ന് പോകുന്നത്. നേരെ പിന്നെ തിരിച്ചു പോകുന്നുണ്ട് കേട്ടോ. തിരിച്ചു ചെന്നിട്ട് നിർമ്മലിനോട് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അപ്പം നിർമ്മൽ പറയുന്നുണ്ട്, ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ ഒരിക്കലും ഒരു ഡോക്ടർ എന്ന നിലയിൽ നന്ദയ്ക്ക് ആ കുട്ടീനെ കൈയൊഴിയാൻ പറ്റുമോ? ഒരു ഡോക്ടർ എന്ന നിലയിൽ അങ്ങനെ കൈയൊഴിയുന്നത് ശരിയാണോ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ നന്ദയ്ക്കും സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ പറയേണ്ടതെന്ന് അറിയില്ല. ഈ സമയം ആയിക്കോട്ടെ നമ്മുടെ നന്ദുമോനാണെങ്കിൽ വാശി പിടിച്ച് കരയാണ് കേട്ടോ. വേറെ ഒന്നിനുമല്ല, എനിക്ക് എൻ്റെ ഡോക്ടർ ആൻറ്റീനെ കാണണം, എനിക്ക് ഡോക്ടർ ആൻറ്റി വേണം, എൻ്റെ ഡോക്ടർ ആൻറ്റീനെ ചികിത്സിച്ചാൽ മതി, എനിക്ക് എൻ്റെ ഡോക്ടർ ആൻറ്റിയുടെ അടുത്ത് പോകണം എന്ന് പറഞ്ഞ് കുട്ടി ഭയങ്കര കരച്ചില്. അതുപോലെ തന്നെ കുട്ടി വാശി കാണിച്ച് പെരയൊക്കെ അടച്ചിട്ടിട്ട് കുട്ടി നിരാഹാരം വരെ കിടക്കുകയാണ്. ഏറ്റവും ലാസ്റ്റ് നമ്മുടെ ഗൗതമിനും ലക്ഷ്മിക്കും അരുന്ധതിക്കും പിങ്കിക്കും ഒക്കെ നമ്മുടെ നന്ദുമോന്റെ മുമ്പിൽ അടിയറവ് പറയേണ്ടി വരുന്നൊരവസ്ഥ. അങ്ങനെയാണ് നന്ദേനെ വിളിച്ചു വരുത്തുന്നത്. ഏതായാലും നന്ദ ഇനി ട്രിവാൻഡ്രം ടൗണിൽ തന്നെ കാണും എന്ന വാക്ക് നമ്മുടെ നന്ദ കൊടുക്കുകയാണ്. കുട്ടിയുടെ ചികിത്സ കഴിയാതെ, കുട്ടി നടക്കാതെ ഇനി നന്ദ ഇവിടുന്ന് പോവില്ല എന്നൊരു വാക്ക് കൊടുക്കുന്നുണ്ട്. ഇതേ സമയം ആയിക്കോട്ടെ നമ്മുടെ നന്ദ ആ വീട്ടിൽ വരികയും കുട്ടിയെ ചികിത്സിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. പക്ഷേ നന്ദയെ വേറെ പുറത്തു നിന്ന് വന്ന ഒരാളായിട്ട് തന്നെയാണ് ആ വീട്ടുകാരെല്ലാവരും കാണുകയും പരിഗണിക്കുകയും ചെയ്യുന്നത്. പക്ഷെ നമ്മുടെ ഗൗരിമോളോട് ഗൗതമിനൊരു സ്നേഹവും പരിഗണനയും ഒക്കെ ഉണ്ട് കേട്ടോ. കാരണം വേറൊന്നുമല്ല, ആ ഒരു രക്തബന്ധത്തിന്റെ ഇത് കാണുമല്ലോ. അങ്ങനെ നമ്മുടെ ഗൗരിമോളെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട് ഗൗതം. ഒരു കുട്ടിയെ തള്ളി പറയേണ്ട കാര്യമില്ല എന്ന് നമ്മുടെ ഗൗതമിന് മനസ്സിലായി. ഇതിനിപ്പോൾ നിർമ്മലിന്റെ കുഞ്ഞായിക്കോട്ടെ, ദത്തപുത്രി ആയിക്കോട്ടെ, ആരുടെ കുഞ്ഞായിക്കോട്ടെ, ഒരു കുട്ടിയെ തള്ളി പറയുന്നത് ശരിയല്ല എന്ന് മനസ്സിലാകുന്നത് മാത്രമല്ല, ഏതായാലും സത്യങ്ങളൊക്കെ നിർമ്മലിൽ നിന്നും നമ്മുടെ ഗൗതം മനസ്സിലാക്കാൻ പോവുകയാണ്. വേറൊന്നുമല്ല, തൻ്റെ കുഞ്ഞ് തന്നെയാണ് നമ്മുടെ നന്ദയുടെ കൂടെ ഉള്ളത് എന്ന്, അതായത് ഗൗതമിന്റെ കുഞ്ഞാണെന്ന്. അത് നമ്മുടെ നിർമ്മൽ എത്തുന്നുണ്ട്, നിർമ്മലും ഇന്ദിവരം തറവാട്ടിൽ എത്തുന്നുണ്ട്. ഏതായാലും നിർമ്മൽ എത്തുന്നത് ഇപ്പം തൽക്കാലം നമ്മുടെ നന്ദയുടെ കൂടെയുള്ള ഒരാളായിട്ടോ ചിലപ്പം അത് നന്ദയുടെ ഹസ്ബൻഡായിട്ടോ ഒക്കെയാണ് മറ്റുള്ളവർ കാണുന്നത് എങ്കിലും നമ്മുടെ ഗൗതമിനെ സത്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കിപ്പിക്കുന്നുണ്ട്. ഏതായാലും ഈ ഒരു സമയത്തിനുള്ളിൽ തന്നെ, അതായത് ഈ സത്യങ്ങളൊക്കെ അറിയുന്നതിന് മുമ്പ് തന്നെ നമ്മുടെ പിങ്കിയുടെയും ഗൗതമിന്റെയും വിവാഹ വാർഷികം അത് ആഘോഷകരമാക്കി തീർക്കാൻ വേണ്ടി ഇന്ദീവരം തറവാട് ഒരുങ്ങുകയാണ്. അതിൽ ഒരു അതിഥിയായിട്ട് നമ്മുടെ നന്ദേനെ വിളിക്കുന്നും ചെയ്യുന്നുണ്ട്. അപ്പം നന്ദ വന്നു കഴിയുമ്പോൾ ഉണ്ടാകുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് ഞാൻ പ്രത്യേകിച്ച് പറഞ്ഞു തരേണ്ട കാര്യമില്ലല്ലോ. ഏതൊരു ഭാര്യയ്ക്കും കാണാൻ പറ്റുന്ന കാഴ്ചയല്ല. പക്ഷെ അത് കണ്ടേ പറ്റുള്ളൂ, നമ്മുടെ നന്ദുമോന് വേണ്ടി അവിടെ നിന്നേ പറ്റുള്ളൂ. അപ്പൊ അതുകൊണ്ട് തന്നെ ആ ഒരു ഫംഗ്ഷനിൽ നമ്മുടെ നന്ദ പങ്കെടുക്കുന്നു. ചങ്ക് പൊട്ടി തകർന്നുകൊണ്ടാണ് നമ്മുടെ നന്ദ പങ്കെടുക്കുന്നത്. ഇതേ സമയം ആയിക്കോട്ടെ നമ്മുടെ മോഹിനിയാണെങ്കിൽ ഈ ആട്ടമൊക്കെ കണ്ടിട്ട് ഇതൊക്കെ ഏതെങ്കിലും വീട്ടിൽ നടക്കുന്ന കാര്യങ്ങളാണോ, ഇങ്ങനെയൊക്കെ നടക്കേണ്ട ആവശ്യമുണ്ടോ എന്നൊക്കെ ചോദിച്ച് നമ്മുടെ നന്ദേനെ അകറ്റാനും അതുപോലെ തന്നെ നന്ദുമോനെ ദത്തുപുത്രനായിട്ട് തന്നെ ആ ഒരു കുടുംബം ഏറ്റെടുക്കാനും ഒക്കെ ഒരുപാട് ശ്രമിക്കുന്നുണ്ട്. ഇതിനിടയിൽ പവിത്രയുടെ കള്ളത്തരത്തിന് വിരാമം കുറിച്ചുകൊണ്ട് നമ്മുടെ
കനകമ്മ സത്യങ്ങളൊക്കെ വിളിച്ചു പറയുന്ന ഒരു അവസ്ഥയൊക്കെ വരുന്നുണ്ട് കേട്ടോ. അപ്പൊ ഇവയൊക്കെ കോർത്തിണക്കിക്കൊണ്ട് ഒരു അടിപൊളി വിശേഷമാണ് നമുക്ക് അടുത്ത ആഴ്ച വരാൻ പോകുന്നത്. അതിനോടൊപ്പം നന്ദ വരുമ്പോഴുണ്ടാകുന്ന മാറ്റങ്ങളും ഒരുപാട് മാറ്റങ്ങൾ സംഭവിക്കുകയാണ്. ഏതായാലും ഇനിയിപ്പം അറിയാനുള്ള ഒരു സത്യം എന്ന് പറയുന്ന ആ ഒരു വലിയ സത്യം എന്ന് പറയുന്നത് നന്ദുമോൻ നമ്മുടെ നന്ദയുടെയും ഗൗതമിൻ്റെയും കുഞ്ഞ് തന്നെയാണ് എന്നുള്ളൊരു സത്യം കൂടിയാണ്. അപ്പോൾ അതുകൂടെ അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സത്യം പറഞ്ഞാൽ നമ്മുടെ പിങ്കി ഔട്ടാകുമോ ഇല്ലയോ എന്നൊക്കെ സംശയിക്കേണ്ടിയിരിക്കുന്നു. കാരണം പിങ്കിക്ക് ആ കുഞ്ഞെന്ന് വെച്ചാൽ ജീവനുമാണ്. അപ്പം കഥയുടെ പോക്ക് എങ്ങോട്ടേക്കാണെന്നൊക്കെ നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം. അപ്പോൾ എല്ലാവരും കാത്തിരിക്കുക. അടിപൊളി വിശേഷങ്ങളാണ് കേട്ടോ ഇനി വരാനിരിക്കുന്നത്. ആകാംക്ഷപൂർവ്വം അതുപോലെ നമ്മൾ വിചാരിക്കുന്നതിനപ്പുറം ട്വിസ്റ്റുകൾ നിറഞ്ഞ ചില നിമിഷങ്ങളൊക്കെയാണ് ഇനി വരാനിരിക്കുന്നത്. ഗൗതമും നന്ദയും ഒന്നിക്കുക തന്നെ ചെയ്യും. നമ്മുടെ പിങ്കി അവിടെ അവശേഷിക്കുന്നത് എന്താ പറയുക, ഒരു അവശിഷ്ടമായിട്ട് മാറുമോ? അതായത് അവശിഷ്ടം എന്ന് ഞാൻ ഉദ്ദേശിച്ചത് നമ്മുടെ പിങ്കി എന്ന ക്യാരക്ടറിനെ കുറിച്ചാണ് കേട്ടോ. പിങ്കി അവശിഷ്ടം തന്നെയാണ് ഇപ്പോൾ ആ വീട്ടിൽ. നമ്മുടെ നന്ദയും കൂടെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിങ്കിക്ക് അവിടെ എന്ത് സ്ഥാനമാണുള്ളത്? പിങ്കിക്ക് നിർമ്മലല്ല, നമ്മുടെ അർജുൻ്റെ ഭാര്യ എന്നൊരു പദവി ഉണ്ടായിരുന്നു. പക്ഷേ അതിനു പോലും അർഹതയില്ലാത്തവളാണ് പിങ്കി തന്നെ തിരിച്ചറിയുന്ന കുറച്ച് നിമിഷങ്ങളൊക്കെ ഉണ്ട്. അപ്പം അതൊക്കെ നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം. അപ്പം എല്ലാവരും കാത്തിരിക്കാം. വേറെ എന്തെങ്കിലും പുതിയ അപ്ഡേറ്റുകൾ ഉണ്ടെങ്കിൽ ഞാൻ ഉടനെ തന്നെ നമ്മുടെ ചാനലിലൂടെ നിങ്ങളെ അറിയിക്കുന്നതായിരിക്കും. അപ്പം എല്ലാവർക്കും വീണ്ടും ഇന്ന് നല്ലൊരു ദിവസമാകട്ടെ എന്നൊക്കെ ആശംസിച്ചുകൊണ്ട് നിർത്തുകയാണ്. കൂടെ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കണം കേട്ടോ. അതിനോടൊപ്പം മാക്സിമം നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്ക് അടിച്ചിട്ടേ പോകാവുള്ളൂ. അപ്പോൾ എല്ലാവർക്കും ടാറ്റാ, ബൈ ബൈ.